എല്ലാവർക്കും ടെക്ലേ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് IGPനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ വേൾഡ് ഫാസ്റ്റസ്റ്റ് IGP നമ്മുടെ വിൻഡോസിലുള്ള വേൾഡ് ഫാസ്റ്റ് IGPനെ കുറിച്ചാണ്. റേഡിയോൺ 890M കുറിച്ചാണ്. സോ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പ്രീഡിസസറിനെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ AMD ഒരു ഒരു ഹാൻഡ് ഹെൽഡ് കൾച്ചർ ഇവിടെ ഉണ്ടാക്കിയെന്നുള്ളത്. കാരണം ഈ 2-3 ജനറേഷനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഹാൻഡ് ഹെൽഡ് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഹാൻഡ് ഹെൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ IGPs ആണ്. സോ ഇതൊക്കെ തുടക്കം കുറിച്ച ഒരാളുണ്ട്. അതിനാദ്യം പരിചയപ്പെടാം. നമ്മുടെ റേഡിയോൺ 680M. സോ ഇത് RDNA 2 ബേസ്ഡ് IGP ആണ്. ഇവിടെ കാണുന്നുണ്ട് 768 ഷെയ്ഡിങ് യൂണിറ്റ്സ് വരുന്നുണ്ട്. 12 കമ്പ്യൂട്ട് യൂണിറ്റും 12 RT കോറും വരുന്നൊരു IGP ആണിത്. 6 നാനോമീറ്റർ ബേസ്ഡാണ് TSMCയുടെ. 2400 MHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റിലേറ്റീവ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റേഡിയോൺ HD 7970യുടെയും GeForce GTX 780യുടെയും ഇടയിൽ വരുന്നൊരു IGP ആണ്. ഒരു IGP ഇത്രയും പവർഫുൾ ആയിട്ടുള്ള GPയുടെ ഇടയിൽ വരുമ്പോൾ നമുക്ക് എന്തും കൊണ്ട് ആശ്ചര്യം വരാം. കാരണം നമുക്കൊരു 4% വ്യത്യാസത്തിൽ RK380യും ഒരു 6% വ്യത്യാസത്തിൽ RX 6400 അവിടെ കിടപ്പുണ്ട്. GTX 1650 8% പെർഫോമൻസ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഒരു IGP ഒരു ഡിസ്ക്രീറ്റ് GPന്റെ അടുത്ത് വരിക എന്നുള്ളത് വളരെ അടിപൊളി കാര്യമാണ്. ഈ GP കാറാണ് നമുക്ക് ഹാൻഡ് ഹെൽഡിന്റെ ഒരു മാർക്കറ്റ് തന്നെ ബൂമായത്. ഇഷ്ടംപോലെ ഹാൻഡ് ഹെൽഡൊക്കെ വന്നത് കാരണമാണ് ഇത് ശരിക്കും റെവല്യൂഷനൈസ് ചെയ്ത് കാണുന്നത്. നേരത്തെ നമ്മുടെ IGP എന്തായിരുന്നു, നമുക്ക് ഡിസ്പ്ലേ പവർ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ അതിന് ചെയ്യാനുള്ളായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ AMD അതിന് എന്ത് ചെയ്തു, കിടക്കാച്ചിയായിട്ടുള്ള IGPs ഇറക്കാൻ തുടങ്ങി. എസ്പെഷ്യലി നമ്മുടെ 5600G എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും. ഒരു ബഡ്ജറ്റ് ബിൽഡിന് പറ്റിയൊരു പ്രോസസർ ആയിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ IGP നമുക്ക് അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റിയൊരു IGP ആയിരുന്നു. കാരണം റേഡിയോൺ 7 ആണ് ഇതിലുണ്ടായിരുന്നത്. എൻഹാൻസ്ഡ് വേർഷനാണ്, വെഗയുടെ എൻഹാൻസ്ഡ് ആർക്കിടെക്ചറാണ് വന്നുകൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞാണ് ഇതൊക്കെ ഇറങ്ങി 680M. ഇത് കഴിഞ്ഞിട്ടുള്ള ഇറങ്ങിയ ഒരാളുണ്ട് 780M എന്ന് പറഞ്ഞത്. അത് 680Mന്റെ സക്സസറാണ്. നമ്മൾ ടിപ്പിക്കലി RDNA 3.0 വരുന്നത്. നമ്മുടെ Ryzen 7000 സീരീസിൽ വന്നതാണിത്. 4 നാനോമീറ്ററിട്ടായി. അവിടെ 6 നാനോമീറ്ററിൽ നിന്ന് 7 നാനോമീറ്ററിട്ടായി. 6 നാനോമീറ്ററിൽ നിന്ന് 4 നാനോമീറ്ററിട്ടായി. ഇവിടെ നമുക്ക് സെയിം, പക്ഷെ ഇവിടെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഷെയ്ഡിങ് യൂണിറ്റ്സും നമ്മുടെ കമ്പ്യൂട്ട് യൂണിറ്റും RT കോറൊക്കെ സെയിം ആയിരുന്നു. 768 ആയിരുന്നു ഷെയ്ഡർ യൂണിറ്റ് വരുന്നത്. 12 കമ്പ്യൂട്ട് യൂണിറ്റും 12 RT കോറും സെയിം ആയിരുന്നു. ആകെ ഡിഫറൻസ് വന്ന് ആർക്കിടെക്ചറും പിന്നെ പ്രോസസ്സിനോടും ആയിരുന്നു. ഇതിന്റെ പെർഫോമൻസുകളുണ്ടോ, 1650 തോപ്പിച്ചു കയറി. ഇതായിരുന്നു ROG Ally ഇരുന്ന് വെച്ചാൽ ഒരു IGP. നമുക്കറിയാം എത്രമാത്രം പെർഫോമൻസ് ഉള്ള IGP ആയിരുന്നു. ഇത് നമ്മൾ കറണ്ട് വെർഷനോട് പറയാം. സോ നമുക്കൊരു 890M നോക്കാം. സോ 890M നമുക്ക് നോക്കുവാണെങ്കിൽ 890M RDNA 3.5 ബേസ്ഡ് ആണ്. കമ്പ്യൂട്ട് യൂണിറ്റ് 16 സ്ട്രീം പ്രോസസ്സേഴ്സ് 1024 മാക്സ് GPU ക്ലോക്ക് 2.9 GHz ആയി. റോ ടെറാഫ്ലോസ് എന്ന് പറയുമ്പോൾ 5.9 ഇവിടെ കമ്പാരിസൺ നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള കമ്പാരിസൺ ആണ് 780M. RDNA 3 ആണ്. 12 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ്. 268 ആണ്. 2.8 GHz 4.3. അത് ഇത്രമാത്രം പെർഫോമൻസ് ഉള്ള IGP ആണ് നിങ്ങൾ ആലോചിക്കണം ഇരിക്കുന്നത്. ഒരു 1650 തോപ്പിക്കാൻ പറ്റിയ IGP ആണ് ഇരിക്കുന്നത്. സോ നിങ്ങളിവിടെ നോക്കുക, നമ്മുടെ IGP മൊബൈൽ IGPയുടെ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കുക. ഇത് ഇവിടെ 680M 780M അടുത്ത് കിടപ്പുണ്ട്. ഇത് ഓപ്പൺ സീലാണ്, ഗിഗ് ബെഞ്ചിന്റെ ഓപ്പൺ സീൽ ബെഞ്ച് മാർക്കാണിത്. ഇത് 680M സ്കോർ ചെയ്തേക്കുന്നത് 26,279, 780M 30,151 ആണ്. അതേസമയം GTX 1650 മാക്സ് Q സ്കോർ ചെയ്തേക്കുന്നത് 41,045 ആണ്. 890M സ്കോർ ചെയ്തേക്കുന്നത് 41,995. സോ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു IGP ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. സോ ഈ രണ്ടും ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കൊരു ലാപ്ടോപ്പിലൊക്കെ വരാൻ പോകുന്ന ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു IGP ആണ്. ഇതാണ് അതിൻ്റെ സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ. സോ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബെഞ്ച് മാർക്ക് കൂടെ ഉണ്ട്. 3D മാർക്ക് ടൈംസ് പാഡ് നമുക്കൊരു ബെഞ്ച് മാർക്ക് നോക്കാം. ഇത് ഇവിടെ കിടക്കുന്നത് 780M 54 വാട്ടിൻ്റെയാണ്. 2791 സ്കോർ വരുന്നത്. ഇവിടെ GTX 1650 മാക്സ് Q 45 വാട്ട് 2245, 1650 മാക്സ് Q 50 വാട്ട് 3118. ഇതേ കിടക്കുന്നത് GPD Win മാക്സ് 2 780M 72 വാട്ടിൻ്റെയാണ്. ഇത് 54 വാട്ടായിരുന്നു, 72ആയി. 3218. ഇതേ കിടക്കുന്നത് GTX അല്ല RTX 2050 45 വാട്ടിൻ്റെ കേട്ടോ, 3769. ഇവിടെ GPT Duo എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണത്.
890M 54 വാട്ടിലെ 4221 RTX 3050 50 വാട്ട് 4487. സോ നിങ്ങൾക്ക് അറിയാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് 3050യുടെ. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ ഈ ബെഞ്ച് മാർക്ക് നടത്തിയത് ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി ഫുൾ മെമ്മറി ബേസ്ഡ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ GPT Duo എന്ന് പറഞ്ഞ ലാപ്ടോപ്പിൽ വന്നത് 7500 മെഗാ ട്രാൻസ്ഫർ പെർ സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാമിലാണ് വന്നത്. പക്ഷേ ഈ IGPU 8533 മെഗാ ട്രാൻസ്ഫർ പെർ സെക്കൻഡ് റാമൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് ഓൾറെഡി അവൈലബിൾ ആണ്. ആ റാമാണ് സ്നാപ്ഡ്രാഗൺ X Elite ബേസ്ഡ് ലാപ്ടോപ്പിലേക്ക് ഇരിക്കുന്നത്. അതാണ് ഈ പറയുന്നത്. കാരണം ഇച്ചിരി പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ആവും. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊരു IGP നമുക്ക് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ കിടുക്കനായിരിക്കും. കാരണം ഇനി ചിലപ്പോൾ നമ്മുടെ AMD ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ 5600G പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്കൊരു ബഡ്ജറ്റിൽ ഒരു 40-50 രൂപയിൽ ബഡ്ജറ്റിൽ നമുക്കൊരു ഇതേപോലെ ഒരു PC ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ പ്രോസറൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു GTX 1650 എന്തുകൊണ്ടും ഭേദമായിരിക്കും നമുക്ക് ഇതിട്ട് പോകുന്നത്. കാരണം GTX 1650 4GB VRAM ആണ്. നമുക്കിതിന് റാം ലിമിറ്റ് ഇല്ല, VRAM ലിമിറ്റ് ഇല്ല. കാരണം എത്ര റാം ഇട്ടോ അത്രയും ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ ഫാസ്റ്റർ റാം ആയിരിക്കണമെന്നേ ഉള്ളൂ. നമുക്കൊരു 16GB ആണെങ്കിൽ നമുക്കൊരു 6GB റാം നമുക്ക് വേണമെങ്കിൽ 890M അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം VRAM ആയിട്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതാണ് 890M. ഇതിലൊരു ചേട്ടൻ എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്, ചേട്ടൻ. അതാണ് IGPU കിങ്, Strix Halo എന്ന് പറയുന്നത്. വരാൻ പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾ വായിച്ചു നോക്കി അറിയാം. മൊബൈൽ APU ഹാസ് മോർ GPU കോർസ് ആൻഡ് 7600 XT ഓർ PS5 വിത്ത് RDNA 3.5 വിത്ത് 40 കമ്പ്യൂട്ട് യൂണിറ്റ്. നമ്മൾ നേരത്തെ കണ്ട 3 IGPയിലും 12 16 കമ്പ്യൂട്ട് യൂണിറ്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ട് യൂണിറ്റ് ഉണ്ട് 40 കമ്പ്യൂട്ട് യൂണിറ്റ്. ഈ പറയുന്ന 7600 XTയുടെ കമ്പ്യൂട്ട് യൂണിറ്റ് എത്രയാണെന്ന് പറയും 32-36 കൊണ്ടാണ് ഈ 7600 XTയുടെ കമ്പ്യൂട്ട് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു IGP ആണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഇത് അതിൻ്റെ ഡൈ ആണ്, Strix Haloയുടെ ഡൈ ആണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ CCD അല്ലെങ്കിൽ നോക്കി അറിയാൻ പറ്റും എത്രമാത്രം ഒരു GPUവിന് വേണ്ടി ഈ ഡൈന്ന് എത്രമാത്രം ഈ GPUവിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നുണ്ട്. ഈ CCD രണ്ടും നോക്കണ്ട, അത് 8 കോർ വെച്ചാണ്. ഒരു CCD 8 ഒരു CCD 8 ടോട്ടൽ 16 കോർസാണ് വരാൻ പോകുന്നത്. ഇത് ടൈലാണ്, GPU ടൈലാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും RDNA 3.5 40 കമ്പ്യൂട്ട് യൂണിറ്റ് 256 ബിറ്റിൻ്റെ LPDDR 5X റാം അല്ലെങ്കിൽ മെമ്മറി കൺട്രോളർ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇരിക്കുന്നത്. TSMCയുടെ 4nm ആണ് വരുന്നത്. സോ വരാൻ പോകുന്ന സാധനം കിട്ടിക്കാനായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ വായിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട either way both configuration will give you a 256 wide interface that wider than what AMD uses in 7700 XT and NVIDIA RTX 4070 Super. NVIDIA RTX 4070 Superന്റെ അത്ര വന്നില്ലെങ്കിൽ പോലും എൻ്റെ രീതിയിൽ പറഞ്ഞു ഒരു RTX 4060യുടെ അത്രയെങ്കിലും 4060 Tiയുടെ അത്രയെങ്കിലും ഇത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും IGP എന്ന് പറഞ്ഞാൽ. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ബിൽഡിലൊക്കെ പറ്റിയ സാധനമായിരിക്കും ഇത്. പ്രൈസ് കറക്റ്റായിട്ട് ഇറക്കി കഴിഞ്ഞാൽ. കാരണം ഇത് മോസ്റ്റ്ലി ഒരു നീസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും എടുക്കാൻ പോകുന്നില്ല. ഒരു മിതമായിട്ടുള്ള പ്രൈസിൽ ഒരു 25 to 30K ഒരു ഈ പ്രോസർ കൊടുക്കുവാണെങ്കിൽ അടിപൊളി ബിൽഡായിരിക്കും. കാരണം GPUവിൻ്റെ ആവശ്യം വരത്തില്ല. ഒരു കിട്ടിക്കാച്ചി ബിൽഡ് നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും ഈ സാധനം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. 40 കമ്പ്യൂട്ട് യൂണിറ്റ് ആലോചിച്ച് നോക്കുക, 40 കമ്പ്യൂട്ട് യൂണിറ്റ് ഈ ഒരു IGPയിൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. 7600 XT ഒരു 32 കമ്പ്യൂട്ട് യൂണിറ്റേ വരുന്നുള്ളൂ. ഒരു GPU ഒരു ഡിസ്ക്രീറ്റ് GPUവിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള IGPU മാക്സിമം 175 വാട്ടൊക്കെ വരും പോകുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. കണ്ട 45 150 to 175 ആണെന്ന് കാണിക്കണേ. അപ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചോ നിങ്ങൾ. കാരണം നല്ല വലിയ വലിക്കും, പ്രത്യേകിച്ച് GPU ആണ് ഏറ്റവും കൂടുതൽ വലിയ വലിക്കാൻ പോണേ. ഇത് കണ്ടു ഇവിടുത്തെ മെമ്മറി കപ്പാസിറ്റി 256 ബിറ്റ് LPDDR 5X 8533 MHz. ഇത് ബാൻഡ് വിഡ്ത്ത് 500 Gbps കാണിക്കുന്നുണ്ട്. 500 Gbps ഉണ്ടാവില്ല എൻ്റെ ഇതിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് കാണിക്കുന്നുണ്ട് 270 സംതിങ് Gbps ആണ് ബാൻഡ് വിഡ്ത്ത് കാണിക്കുന്നത്. 273 Gbps ആണ് കാണിക്കുന്നതാണ് പറയുന്നത്. അതെ കണ്ടോ. However, this match doesn't add up. Remember what we have above. LTE as specification week 256 bit 256 bit LPDDR 5X 273 Gbps. 273 Gbps ഒരു IGPയുടെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് ആണ്. നിങ്ങൾ ആലോചിക്കുക എത്രമാത്രം പവർഫുൾ ആയിട്ട് IGP ആണ് AMDയുടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്.
കിടക്കാച്ചിയായിരിക്കും. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിന് വേണ്ടി എക്സൈറ്റഡ് ആണോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.